തെൻകിഴക്ക് തേൻ സിട്ട് ചെമ്പരുത്തി പൂമൊട്ട് செல்லம் கொஞ்சுதே தாலாட்ட ഒരുപാട് ബൈസൺസിനെ കണ്ടത് നമ്മൾ കിണ്ണക്കോരയിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ അവിടെ വെച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും തിരിച്ചു പോകുമ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് നമുക്ക് കുറേ ബൈസൺസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട ബൈസൺസൊക്കെ നമ്മൾ തിരിച്ച് റിട്ടേൺ വരുമ്പോഴാണ്. സോ നിങ്ങൾ എയർലി മോർണിംഗ് വന്നൊന്നുമില്ല. ബൈസൺസിനെ കാണാനാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഇവിടെ തന്നെ ബൈസൺസ് ഉണ്ടാവും. സോ അതുകൊണ്ട് ടൈം ഒരു പ്രശ്നമല്ല. എപ്പോൾ വന്നു കഴിഞ്ഞാലും ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബൈസൺസിനെ കാണാനായിട്ട് പറ്റും. ടൈം ഒരു 11 മണിയായി. പക്ഷെ എന്നാലും ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എക്സ്ട്രീം ലെവലിലുള്ള തണുപ്പല്ല, നമുക്ക് ആ ഒരു വൈബ് കിട്ടാൻ പാകത്തിനുള്ള അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ കാണുന്ന ആ ഒരു ക്ലൗഡ് ബെഡ് ഉണ്ടോ, ഇത് അങ്ങോട്ടേക്ക് ഫുള്ളായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കിണ്ണക്കോരയ്ക്ക് പോകുന്ന വഴി അവിടെ എത്തുമ്പോൾ അവിടെ ഏകദേശം എന്താ പറയുക, റോഡ് ലെവലിൽ തന്നെ ചെറിയൊരു മലയുണ്ട്. നമുക്ക് ജസ്റ്റ് നടന്ന് കയറാനുള്ളൂ. അവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നദി ഹിൽസിലൊക്കെ കാണുന്ന മാതിരി ഫുള്ളായിട്ടൊരു ഏരിയ അതെ ഇതേപോലെ തൊട്ടടുത്ത് ക്ലൗഡ് ബെഡ് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളവിടെ നിർത്തി അവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പുറം വന്നിട്ട് ഇവിടെ ഒരു വീഡിയോ എടുത്തത്. കാരണം ചാർജ് ഉണ്ടായിരുന്നില്ല. സോ കിടലിനായിട്ട് അധികം ഹൈക്ക് ചെയ്യാണ്ട് തൊട്ടടുത്ത് ക്ലൗഡ് ബെഡ് കാണാനായിട്ട് പറ്റും. ഊട്ടി സീരീസിലെ ഫൈനൽ വ്ളോഗാണ്. നമ്മൾ തിരിച്ച് റിട്ടേൺ നാട്ടിലോട്ട് പോകണം. നമ്മൾ തിരിച്ച് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന റൂട്ട് എന്ന് പറയുന്നത് ഊട്ടി, കൂർണൂർ, മേട്ടുപ്പാളയം, കോയമ്പത്തൂർ, പാലക്കാട്, ആ റൂട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ടോയ് ട്രെയിൻ എന്ന് പറയുന്ന സംഭവം കണ്ടിട്ടില്ലാത്തവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മളെന്തായാലും ടോയ് ട്രെയിൻ യാത്ര എന്തായാലും നടത്തുന്നില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, ടിക്കറ്റ് കിട്ടാനായിട്ട് അത്യാവശ്യം നല്ല പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല നമ്മുടെ ടൈമുമായിട്ട് മാച്ചായിട്ട് വന്നില്ല. ആ ഒരു ഇതുള്ളതുകൊണ്ടാണ്. ടോയ് ട്രെയിൻ എന്ന് പറയുന്നൊരു എല്ലാവരും മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഊട്ടിയിൽ വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ടോയ് ട്രെയിൻ മിസ്സാക്കരുത്. കാരണം പ്രത്യേകിച്ച് ഫാമിലി കപ്പിൾസൊക്കെ ആയിട്ട് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എക്സ്പീരിയൻസ് ചെയ്തിരിക്കേണ്ട ഒരു സംഭവമാണ് ടോയ് ട്രെയിൻ. കാരണം ടോയ് ട്രെയിൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് ടോയ് ട്രെയിൻ ഉള്ളൂ. അതിൽ ഒന്ന് നമ്മുടെ നീലഗിരിയിലാണ്, നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്. റൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ആൻഡ് ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് പോകുന്ന ടോയ് ട്രെയിനാണിത്. കാരണം 17 കിലോമീറ്റർ സ്പീഡിലെന്താണ് ഈ ടോയ് ട്രെയിൻ പോകുന്നത്. പിന്നെ ലൗഡേയിൽ റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒരുപാട് മലയാളം മൂവീസൊക്കെ ഓർമ്മയിലോട്ട് വരും. ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസൊക്കെ നമുക്ക് കാണിച്ചു തരാം. എനിക്ക് ടോയ് ട്രെയിൻ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ഞാൻ ടോയ് ട്രെയിൻ കയറിയിട്ടില്ല. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. പക്ഷേ നമുക്ക് ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നു ഞാൻ നോക്കിയ സമയത്ത്. അത് പക്ഷേ രാവിലെ ഒരു 8 മണി ആ ഒരു ടൈമിൽ രാവിലത്തെ ട്രെയിനാണ് അവൈലബിൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ എന്തായാലും കിണ്ണക്കോരയ്ക്കുള്ള റൂട്ടിലായിരിക്കും. അപ്പോൾ നമുക്ക് ആ ടൈമിൽ എന്തായാലും ഓടിയെത്താനായിട്ട് പറ്റില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഉച്ചത്തേനൊക്കെ എന്തായാലും ഫുള്ളി ബുക്ക്ഡാണ്. പിന്നെ വെയിറ്റ് ലിസ്റ്റ് നമ്മൾ സാധാരണ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർ വെയിറ്റ് ലിസ്റ്റ് കണ്ടുകൊണ്ട് നിങ്ങൾ ആരും ഇരിക്കില്ല. വെയിറ്റ് ലിസ്റ്റ് ഒരിക്കലും തന്നെ ഇവിടെ കൺഫേം ആവത്തില്ല. വെയിറ്റ് ലിസ്റ്റ് ഒന്നിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ കൺഫേം ആവുമെന്ന് പറയുന്നത് വളരെ റെയറാണ്. അപ്പോൾ നിങ്ങൾ ടിക്കറ്റ് മാക്സിമം കൺഫേം ആണെന്ന് ഉറപ്പ് വരുത്തുക. ഒരാൾക്ക് മാക്സിമം 6 ടിക്കറ്റ് എന്താണ് കിട്ടുക. ഇതൊരൊറ്റ കുടുംബമാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ഒറ്റ ഫാമിലിയാന്ന് തോന്നണേ. പറയാൻ പറ്റില്ലല്ലോ, ഹോം സ്റ്റേ ആയിരിക്കും. ഓ ഒട്ടും തിരക്കില്ല.
നമ്മുടെ റൈഡിനിടയ്ക്ക് നമ്മൾ ആകെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ പോയൊരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ലൗഡേൽ റെയിൽവേ സ്റ്റേഷനാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് സിനിമാറ്റിക് ഷോട്ട്സ് എടുത്ത് വീഡിയോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ എത്തി ഒന്ന് സെറ്റ് ആവാനുള്ള ടൈം കിട്ടിയില്ല. പക്ഷെ നമ്മളവിടെ എത്തിയൊന്ന് സെറ്റ് ആവാനുള്ള ടൈം കിട്ടിയില്ല. പക്ഷേ നമുക്ക് ഭാഗ്യമുള്ളതുകൊണ്ട് നമ്മൾ ചെന്നപ്പോൾ തന്നെ ട്രെയിനും വന്നു. സോ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫോട്ടോഷൂട്ട് എടുക്കാനായാലും സേവ് ദ ഡേറ്റും കാര്യങ്ങളും അല്ലാതെ ട്രാവലേഴ്സും എല്ലാവരും വന്നിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ലൗഡേയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഒരു തിരക്ക് വരിക. പക്ഷേ ഇതിന് അടുത്തടുത്ത് വേറെ സ്റ്റേഷൻസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ ക്രൗഡഡ് അല്ലാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റേഷൻസിൽ പോയാലും മതി. നമുക്ക് പിന്നെ ലൗഡേയിൽ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഫേമസ് ആയതുകൊണ്ട് ലൗഡേയിൽ കണ്ട് കയറി പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒറ്റ ഒരു ഫാമിലിയുടെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെയോ വേറെ എന്തെങ്കിലും സെറ്റപ്പ് ആണോ എന്ന് അറിയില്ല. എന്തായാലും കൊള്ളാം. ഒരൊറ്റ സ്ട്രെച്ചിൽ സെയിം ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻസ്. കുറച്ച് റഷായി പോയി. നമുക്ക് അങ്ങോട്ടൊന്ന് ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ടൈം പോലും കിട്ടിയില്ല. സോ അതാണ് നമ്മൾ അവിടെ വെച്ചിട്ട് തന്നെ ഒരു ക്ലിപ്പ് എടുത്തത്. അതാണ് ഇപ്പോൾ ആഡ് ചെയ്യാൻ പറ്റിയത്. എനിവേ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് 2 ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ കപ്പിൾസിനൊക്കെ പറ്റും കേട്ടോ. കപ്പിൾസിനും പിന്നെന്താ പിന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സൊക്കെ വന്നിട്ട്, അതായത് എല്ലാവരും കൂടി പഴയ ക്ലാസ്മേറ്റ്സും അങ്ങനെയുള്ളൊരു ഗെറ്റ് ടുഗെദറായിട്ട് വരുവാണെന്നുണ്ടെങ്കിലും ലൊക്കേഷൻ അടിപൊളിയാണ്. പിന്നെ ഓരോരുടെയും പലരുടെയും വൈബ് പല രീതിയിലായിരിക്കുമല്ലോ. പലരും പല രീതിയിലാണല്ലോ എൻജോയ് ചെയ്യുന്നത്. ഊട്ടിയിലെ ഗ്യാപ്പ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലത്തെ ഒരു കിടില റോഡ്. പഴയ പണിയൊന്നും വീണ്ടും തുടങ്ങിയിട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിപ്പോ ഒരു പുതിയ മനുഷ്യനാണ്. 100% സൽസ്വഭാവം. ഓഫ് പണ സാർ. ഇപ്പോൾ തിരക്കുണ്ടാവും പോയി ടൈമിൽ? ബ്ലോക്ക് ഉണ്ടാവും ചുരത്തിൽ? ബ്ലോക്ക് ഉണ്ടാവോ? ബ്ലോക്ക് ഈ ടൈമിൽ? ആ ഇല്ല. அங்கே போகும்போது எந்தேலும் டூரிஸ்ட் ஸ்பாட் இருக்கா? அங்கே போன வழிக்கு എന്തെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ട് இருக்கா? ടൂറിസ്റ്റ് പ്ലേസ് ആ എங்கே போகணும்? ഞങ്ങൾ തിരിച്ച് കേരളക്ക് പോണ വഴി കോയമ്പത്തൂർ റൂട്ട്. கோயம்புத்தூர் ആ பரவாயில்ல பார்த்துட்டா போகணும். ആ அம்மா இந்த பக்கம் போகிறப்ப என்ன பார்க்கறதுக்கு இருக்கு? നാട്ടിലല്ല കേരളക്ക. ആ ഇല്ല അല്ലേ?